ദേഹം ഒരു തുള്ളി പോലും നനയാതെ പുഴയിൽ നിന്ന് കയറി വരുന്ന കൊമ്പനാട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. പുഴ നീന്തി കടന്നു വരുന്നവനാണ്. എന്നാൽ അവൻ്റെ ദേഹം ഒരു തുള്ളി നനഞ്ഞിട്ട് പോലുമില്ല. ആകെ സോക്സ് ഇട്ട മാതിരി കാല് മാത്രം നനച്ച് വെച്ചിട്ടുണ്ട്. കയറി വന്ന പാടെ ആളിത്തിരി കൺഫ്യൂസ്ഡാണ്. അവിടെ കുറച്ചു നേരം നോക്കി നിന്നു. എന്നിട്ട് പതുക്കെ മുന്നോട്ട് നടന്നു. അപ്പോൾ ആ ഒരു നോക്കി നിൽപ്പിൻ്റെ ഉദ്ദേശം രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് മുന്നിലുള്ള ആളുകൾക്ക് മാറാനുള്ള ഒരു സമയം കൊടുക്കുന്നതാണ്. കാരണം തോട്ടത്തിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പണിക്ക് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒന്ന് മാറാനുള്ള സമയമാണ്. പിന്നെ അവന് തന്നെ ഒന്ന് സ്വയം ഉറപ്പിക്കണം ഫ്രണ്ടിൽ ആൾക്കാരൊന്നും ഇല്ല എന്നുള്ളത്. അപ്പോൾ അവിടെ നിന്ന് അവൻ സ്വയമായിട്ട് മണമൊക്കെ പിടിച്ച് ആളുകളൊക്കെ ഇത്ര ദൂരത്തിലാണെന്ന് അവനും ഒന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഇതാ മുന്നോട്ട് നടന്നു വരുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ ആനകളെ കണ്ടു കഴിഞ്ഞാൽ വഴി മാറിക്കൊടുക്കും. വണ്ടികളിലായാലും എല്ലാവരും നിർത്തി കൊടുക്കും കേട്ടോ. ആന പോയതിന് ശേഷം മാത്രമാണ് കടന്നു പോവുള്ളൂ. അതും ദൂരെ തന്നെ നിന്ന് മാറിക്കൊടുക്കും. ഇതേപോലെ ആനകൾ വരുന്ന സമയത്ത് മിക്കവരും ഫ്രണ്ടിൽ കയറി അതിൻ്റെ ഒരു ഫ്രണ്ട് പോസൊക്കെ കിട്ടണം എന്നുള്ള രീതിയിൽ വീഡിയോ ഒക്കെ എടുക്കാൻ നിൽക്കാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്. ഇവർക്ക് ഓടി വരാൻ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ദൂരെ മാറി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരിതുപോലെ പതുക്കെ റിലാക്സ് ആയിട്ട് കടന്നു പൊക്കോളും. നമുക്കും നല്ലൊരു കാഴ്ച കാണാൻ പറ്റും.